നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജാക്കന്മാർ സഞ്ചരിച്ച നവകേരള ബസ് ഇപ്പോൾ വെറും ബസ്സായി നിരത്തിലിറങ്ങിയിട്ട് ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയാണ്. എന്തായിരുന്നു ആ വരവ്, ആ പ്രൗഢി? ബസ്സിന് സഞ്ചരിക്കാൻ റോഡുകളും മതിലുകളുമൊക്കെ പൊളിച്ചിടുന്നു, പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നു. അങ്ങനെ ആകെ ബഹളം. എന്നിട്ടിപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നവകേരള ബസ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മ്യൂസിയത്തിൽ വെച്ചാൽ ടിക്കറ്റ് എടുത്ത് ആളുകൾ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. മെയ് 5-നായിരുന്നു നവകേരള ബസ് ആദ്യമായി സാധാരണക്കാർക്കായി സർവീസ് തുടങ്ങിയിരുന്നത്, കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക്. ആദ്യ യാത്രയിൽ തന്നെ ബസിന്റെ ഡോർ പൊളിഞ്ഞ് ബാഗിന്റെ വള്ളി കൊണ്ട് കെട്ടിവെച്ച് യാത്ര ചെയ്തതൊക്കെ വലിയ വാർത്തയായിരുന്നു. ആദ്യ യാത്രയിൽ 25 പേരായിരുന്നു യാത്ര ചെയ്യാനുണ്ടായിരുന്നു. ആ 25 പേരും കൗതുകത്തിന്റെ പുറത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ എത്തിയവരായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആളുകൾ കുറഞ്ഞ് ഒരാളും കയറാത്ത അവസ്ഥയിലെത്തി. എന്നിട്ടിപ്പോൾ ബസ് രണ്ടാമതും നിരത്തിലിറങ്ങി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയ ബസ് യാത്രക്കാരില്ലാത്തതിനാൽ ഓട്ടം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് 8 റിസർവേഷൻ ടിക്കറ്റുമായി ഇന്ന് നവകേരള ബസ് ബംഗളൂരുവിലേക്ക് സർവീസ് പുനരാരംഭിക്കും. ലാഭമില്ലാതെയാണ് ബസ് ഇന്നും ഓടുന്നത്. 1171 രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക്. AC ബസ്സുകൾക്കുള്ള 5% ആഡംബര നികുതിയും നൽകണം. ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്ന് തിരിച്ച് 11:35-ന് ബംഗളൂരുവിലെത്തും. പകൽ 2:30-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് രാത്രി 10:05-ന് കോഴിക്കോട് തിരികെ എത്തുകയും ചെയ്യും. ടോയ്ലറ്റും കൂടുതൽ സൗകര്യങ്ങളുമുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനായിരുന്നു സർക്കാരിന്റെ ആലോചന. സർവീസ് പരാജയപ്പെട്ടാൽ KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറുമെന്നും അക്കാലത്ത് പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കായി 1.15 കോടി രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയിരുന്നത്. മ്യൂസിയത്തിൽ വയ്ക്കാമെന്നും ബസിന്റെ മൂല്യം ഉയരുമെന്നുമുള്ള ഇടതു നേതാക്കളുടെ പ്രതികരണം ആ കാലത്ത് വളരെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു.